വഖഫ് ബില്ല് അവതരണാനുമതി തേടി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ലോക്സഭയിൽ ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കരുത്, ബില്ല് പിൻവലിക്കണമെന്നാണ് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ നിരവധി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ DMK എം പി കനിമൊഴി അടക്കം ഉള്ളവർ, KC വേണുഗോപാൽ അടക്കം ഈ ബില്ലിനെതിരെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. പക്ഷേ JDU ബില്ലിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, വലിയ എതിർപ്പാണ് വഖഫ് ബില്ലിനെതിരെ ഉയർന്നു വരുന്നത്. പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് യാതൊരു കൂടിയാലോചനയുമില്ലാതെ വഖഫ് ബോർഡിലേക്ക് മുസ്ലിം മതസ്ഥരല്ലാത്തവർ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കം. ഇത് ഏത് മതവിഭാഗത്തെ ലക്ഷ്യമിടുന്നതാണ്? ഭാവിയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കമെന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. പ്രതിപക്ഷം എങ്ങനെയാണ് സഭയിൽ ഈ വിഷയത്തെ, ഈ ബില്ലിനെ നേരിട്ടത്? ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിച്ചത്, അനുകൂലിച്ച് സംസാരിച്ചത്? സിജു, അല്പം മുന്നെയാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു ബില്ല്, ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതി ലോക്സഭയിൽ തേടിയത്. അതിൽ വലിയ തലത്തിലുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ത്യ സഖ്യം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകരുത് എന്ന് തന്നെയാണ്. കോൺഗ്രസ്, CPIM, JDU, CPIM, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ കൃത്യമായി തന്നെ ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, മുസ്ലിം വിഭാഗത്തെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ബില്ലാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീർ അല്പം മുന്നേ സംസാരിച്ചിരുന്നു. വഖഫ് ബോർഡിനെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്, വഖഫ് ബോർഡിന്റെ അധികാരങ്ങളെല്ലാം കവർന്നെടുക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നൊരു വിമർശനമാണ് ET മുഹമ്മദ് ബഷീറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം CPIM അംഗം K രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ NCP അംഗം സുപ്രിയ സുലെയും മുന്നോട്ട് വെച്ചു. കനിമൊഴിയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും ശക്തമായിട്ടുള്ള എതിർപ്പ് തന്നെയാണ് ഉന്നയിച്ചത്. ഭരണഘടനാ വിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് എന്നതും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്, ഇത്തരത്തിൽ ഇപ്പോൾ ഭേദഗതി ബില്ലിൽ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരു ഭേദഗതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ തരത്തിൽ മറ്റു മതവിഭാഗങ്ങളോട് ആ തരത്തിലുള്ള സമീപനം ഇവർ കാണിക്കുമോ? അതായത് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും JDU ബില്ലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സിജു. ശരി, വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വഖഫ് ബില്ലിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും രൂപപ്പെടുന്നത്. നിലവിൽ യാതൊരു കൂടിയാലോചനകളുമില്ലാതെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നുള്ള ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയർത്തുന്നത്.